പരിപൂർണ ചന്ദ്രോദയം ആ ഒരു അർദ്ധരാത്രിക്ക് ചന്ദ്രന് എവിടെയുമില്ലാത്ത ഒരു പ്രകാശം വന്നുദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഗുരുവായൂരപ്പനിതാ ലോകത്തിലേക്ക് ജനിക്കാൻ വരുന്നു. എൻ്റെ കണ്ണൻ, എൻ്റെ തൃക്കണ്ഠപുരത്തപ്പൻ എന്ന് നമ്മൾ പാടിയ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിച്ച് ജീവിതത്തിൽ ഓമനിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചു തന്ന കുട്ടികളായി ഭഗവാനിതാ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് അവതരിക്കാൻ വേണ്ടി പോണു. മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹ ജായമാനേ അജരേ തസ്മിൻ നേദുർദുന്ദുഭയോ ദിവി ജഗോ കിന്നരഗന്ധർവാഃ തുഷ്ടുഃ സിദ്ധചാരണ വിദ്യാധന്യശ്ച നമൃദു അപ്സരോപി സമം തദാ. സജ്ജനങ്ങളുടെ മനസ്സ് അന്ന് അർദ്ധരാത്രിയോടുകൂടി പ്രകർഷേണ ഒരു ആനന്ദം അവർക്ക് എന്തെന്നില്ലാതെ ഉറക്കം ഞെട്ടി അവരൊക്കെ എഴുന്നേറ്റിരുന്ന് കൈകാൽ നനച്ച് അവരൊക്കെ ധ്യാനിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണന്മാരുടെ വലത് കൈയിൽ അഗ്നിയാണെങ്കിൽ അഗ്നിയാണ് ബ്രാഹ്മണന് ആദ്യ ദൈവമെങ്കിൽ അഗ്നിഹോത്രിയുടെ ഗൃഹങ്ങളിലൊക്കെ അഗ്നി ജ്വലിക്കാൻ തന്നെത്താൻ ജ്വലിച്ചു വരുന്ന ഒരു സന്ദർഭത്തിൽ ജനനമില്ലാത്തതായ ഭഗവാന്റെ ജനനത്തെ ഭാഗവതം പറയുന്നു. ആകാശത്ത് ഗന്ധർവന്മാരും കിന്നരന്മാരും വൈതാളികന്മാരും ദുന്ദുബി മുഴക്കാനും പറമുഴക്കാനും പുഷ്പവൃഷ്ടി ചെയ്യാനും കാത്തിരിക്കുന്ന ആ കൃഷ്ണാവതാരത്തെ നമ്മുടെ ഭഗവാനിത അതിനാരായണമൂർത്തിയായ ഹരി